ആഗമ മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. 7 പതിറ്റാണ്ടിലധികം കേരള രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന വിപ്ലവ സൂര്യൻ സഖാവ് വി.എസ്. അച്യുതാനന്ദൻ വിടവാങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭാവം ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു വിടവുണ്ട്. ആർക്കും, ഒരു വിപ്ലവകാരിക്കും കേരളത്തിൽ നികത്താനാവാത്ത വിടവ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതവും വലുതാണ്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആശയാദർശങ്ങൾ, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച വിപ്ലവ ചിന്താഗതികൾ അതേപടി അനുവർത്തിക്കുവാൻ ആരും ഇല്ലാതിരിക്കുന്നത് വലിയ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ടുവന്ന നേതാക്കന്മാർ, വിശേഷവിധിയായി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന നേതാവ് തന്നെ അദ്ദേഹത്തെ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ലാളിത്യത്തിനും അതോടൊപ്പം തന്നെ സമത്വത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിപ്രഭാവമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ തീവ്രാനുഭവമോ അദ്ദേഹത്തിന്റെ സമത്വഭാവനയോ അതേപടി അനുവർത്തിക്കുവാൻ ആരും ഇല്ല എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതം സൃഷ്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. അദ്ദേഹം തന്റെ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയാക്കിയിട്ടാണ് പോയത് എന്ന് പറയാം. പക്ഷേ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളിയെ എന്ന പാട്ട് അദ്ദേഹത്തോടൊപ്പം പാടിയവരും അതേ ആശയം പുലർത്തിയവരും ഇപ്പോൾ നിരാശരായി കഴിയുകയാണ്. അവർക്ക് യാതൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന സ്ഥിതിവിശേഷം ഇപ്പോഴും ഉണ്ട്. ആ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ അധികാര ലബ്ധിക്ക് പകരം സമ്പന്ന സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അധികാരത്തിൽ വരികയും അതിനുശേഷം ഈ ഒരു വിഭാഗത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന ഒരു ദുഃഖസത്യം നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ കഷ്ടതയിലൂടെ, തീവ്രമായ ദുഃഖത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ യൗവനകാലം അദ്ദേഹം വിനിയോഗിച്ചത്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ചൊരു കാലഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരു മുണ്ട് അലക്കിയിട്ട ശേഷം തോട്ടിൽ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ആ മുണ്ട് ഉണങ്ങുന്ന വരെ കാത്തിരുന്ന ശേഷം അത് ഉടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തനം ചെയ്ത ഒരു നേതാവ്. സർസിപ്പിയുടെ കാലഘട്ടത്തിൽ സത്യനേശൻ എന്ന SI അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെയെല്ലാം അടിച്ചോടിച്ചും അവരെ പീഡിപ്പിച്ചും ഒക്കെ കഷ്ടപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒളിച്ചോടിപ്പോയി മുണ്ടക്കയത്ത് രഹസ്യമായി താമസിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധിയിലൂടെ അദ്ദേഹവും അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന ആളുകളും പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇപ്പോൾ ഇത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യയിൽ ചലനമുണ്ടാക്കുവാൻ കഴിഞ്ഞു ഈ പ്രസ്ഥാനത്തിന്. CPIയിൽ നിന്ന് CPI വിട്ടുപോകുന്ന ശേഷം ഉണ്ടായിരുന്ന, ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരേ ഒരു നേതാവ് സഖാവ് അച്യുതാനന്ദനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ശേഷം വന്നവര് ഈ തീവ്രാനുഭവത്തിലൂടെ കടന്നു പോകാതെ തന്നെ കുറുക്ക് വഴികളിലൂടെ അധികാരത്തിൽ വരികയുണ്ടായി. അവരും അവരോടുൾപ്പെട്ട ഉപജാപവർഗവും വേതാളങ്ങളെപ്പോലെ അധികാരത്തിന്റെ ഉന്നത ശ്രേണികളിൽ വിരാജിക്കുകയും മറ്റുള്ളവരെ, അവർക്ക് സ്തുതി പാടാത്തവരെ, അവർക്ക് ഓശാന പാടാത്തവരെ അവഗണിക്കുകയും
അവർക്ക് ഒരു കാരണവശാലും അധികാരം പങ്കിട്ടു കൊടുക്കുവാൻ സന്നദ്ധരാകുകയും ചെയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇപ്പോൾ തന്നെ എത്രയെത്ര ആളുകൾ വളരെ വേദനയിലൂടെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നു. അവർക്ക് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന് കഴിയാതെ പോകുന്നത് എത്ര ഭയാനകമാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ 102ാമത്തെ വയസ്സിൽ ഈ ലോകത്തിന് വിടവാങ്ങിയിരിക്കുകയാണ്. ആ വിപ്ലവ പുരുഷനെ, ആ വിപ്ലവ സിംഹത്തിനെ ആഗമം മീഡിയയുടെ എല്ലാ അഭിവാദനങ്ങളും, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ ഒരളവോളം അനുവർത്തിക്കുവാൻ ഇവിടെ കുറെ പേരെങ്കിലും ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടെ ഈ ആഗമ മീഡിയയുടെ വാർത്ത ഇപ്പോൾ അവസാനിപ്പിക്കുന്നു.